ആയിരിക്കുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ ഭാഗ്യത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക എന്നെ യോഗത്തിലേക്ക് ക്ഷണിച്ച ഞാൻ കഥാവിലേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ ബിജി പാസ്റ്റർ, എൻ്റെ കുടുംബം, വിശ്വാസികളേവർക്കും ഉച്ചവാക്ക് വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഈ പകൽക്കാലം അറിയിക്കുന്നു. ഒരൽപ്പം നേരത്തെ പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ 5-10 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ അകത്തുള്ള എന്നാൽ നിശബ്ദമായിരിക്കുന്ന കർത്തവ്യം ചെയ്തിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മെസ്സേജ് കൊടുക്കുന്നതിനുപരി നിങ്ങളുടെ കൂടെ ആരാധിക്കുവാൻ വേണ്ടിയാണ് വന്നത്. ഹല്ലേലൂയ. എങ്കിലും ദേവദാസൻ സങ്കീർത്തനം പ്രബോധിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഞായറാഴ്ച സഭായോഗമുള്ള ദിവസങ്ങൾ ആണല്ലോ 5:05 എണീക്കുന്ന ഞാൻ ഇന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അങ്ങ് എഴുന്നേറ്റാണെന്ന് വിചാരിച്ചു. അങ്ങനെ എഴുന്നേറ്റ് ചർച്ചിലെ കാര്യാദികളൊക്കെ ചെയ്ത് അവിടെ ഇരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. ആ ചിന്തയുമായിട്ട് കോർത്തിണക്കിയ സങ്കീർത്തനമാണ് ഇന്നിവിടെ വായിച്ചത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ വായിച്ചു വന്നിരുന്ന പരമ്പര അങ്ങ് മാറിയായിരിക്കാം. ഇത് തന്നെയാണോ? അല്ല, ദൈവത്തിന്റെ സങ്കീർത്തനമാണ് വായിക്കുന്നത്. ഓക്കെ, എങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട്. അന്ന് വന്നതിൽ നിന്ന് ചെറിയ പുതിയ മുഖങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. പ്രത്യേക സഹോദരന്മാരുടെ ഭാഗത്തൊക്കെ അത് എനിക്ക് പുതുതാണോ സഭയ്ക്ക് പുതുതാണോ എന്നറിയില്ല, എന്തായിരുന്നാലും എനിക്ക് പുതുതാണ്. ദൈവം എല്ലാവരെയും ധന്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വായിച്ച സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കർത്താവിന്റെ നാമത്തിൽ ശരണപ്പെടുന്നു. ഇതിന്റെ എല്ലാ വാക്യങ്ങളൊന്നും പ്രബോധിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതിന്റെ 2ാം വാക്യം മാത്രം ഒരാൾക്ക് വായിക്കുവാൻ കഴിയുമോ? മതി. ആ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം മാത്രം ഒന്ന് വിവരിച്ചിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. നീ എന്റെ ശരണമായ ദൈവമല്ലോ, നീ എന്നെ തള്ളിക്കളഞ്ഞത് എന്ത്? ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തോടൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. നീ എന്റെ ശരണമായ ദൈവമല്ലോ, നീ എന്നെ തള്ളിക്കളഞ്ഞത് എന്ത്? അപ്പൊ ശരണമാക്കിയിരുന്നാലും തള്ളിക്കളയുന്ന അവസ്ഥകളുണ്ട് എന്നിത് നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. എന്നാൽ എന്റെ ചിന്ത അങ്ങനെയല്ല പോയത്. വിശുദ്ധ വേദപുസ്തക പ്രകാരം ജീവിതം നയിക്കുവാൻ വേണ്ടി പല ദൈവദാസന്മാരുടെ ഉപദേശം കേട്ടും നിങ്ങളുടെ സഭാ വിശ്വാസികളുടെ പ്രാർത്ഥന കേന്ദ്രീകരിച്ച് ഈ ഭാഗത്തിലേക്ക് വന്നിട്ട് ദൈവം മാത്രം ശരണമെന്ന് പറഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ നിങ്ങൾ പോലും അറിയാതെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പല വേദികളിൽ, പല സാഹചര്യങ്ങളിൽ, പല നിമിഷങ്ങളിൽ ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഈ വാക്യം. അതായത് ഞങ്ങളിൽ അങ്ങിൽ ആശ്രയിച്ച് വന്നു, അങ്ങിൽ ഇപ്പോഴും ആശ്രയിക്കുന്നുണ്ട്, വാഗ്ദത്തം കിടപ്പുണ്ട്, പ്രവചനം കിടപ്പുണ്ട്, എന്നിട്ടും എന്തേ ഞങ്ങളെയൊക്കെ തള്ളിക്കളയുന്നു? അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ഇതിനുള്ള ഉത്തരം വിശുദ്ധ വേദപുസ്തകം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ 1-ലധികം ഉത്തരങ്ങൾ പറയാമെങ്കിലും ഒരുത്തരം ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാം. ഒറ്റ ഉത്തരം, അത് ഒറ്റ വാക്കിൽ പറഞ്ഞ് അതിന്റെ വിവരങ്ങളും തരാം. ദൈവത്തിന്റെ ഉദ്ദേശവും നമ്മുടെ ആഗ്രഹവും ഇണചേർന്ന് ഒത്തുചേർന്ന് പോയാൽ ഈ വാചകം നമ്മളിൽ നിന്ന് വരും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ ഉദ്ദേശവും നമ്മുടെ ആഗ്രഹങ്ങളും ഒത്തുചേർന്ന് പോയാൽ ഈ ഒരു ചോദ്യം വരത്തില്ല. എപ്പോൾ അത് രണ്ടും രണ്ടാകുന്നോ ഓർത്തോ നിങ്ങൾ ഈ വാക്കുകൾ പറയേണ്ട മറ്റൊരർത്ഥത്തിൽ കൂടെ ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് ഹന്ന. ശരിയല്ലേ? ഹന്നയെ കുറിച്ച് ഒത്തിരി മെസ്സേജുകൾ ഞാൻ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചക്ക് മുന്നേ ആഴ്ച വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഹന്ന നിന്ദിക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് താൻ എന്ത് ചെയ്തു? ആലയത്തിന്റെ അകത്ത് വന്നു, ദൈവത്തോട് തന്റെ വിഷമം ഹൃദയം പകരുന്നത് പോലെ പകർന്നു. അതിനുശേഷം തനിക്കൊരു തലമുറ ലഭിക്കുന്നു. ഈ വിധമാകുന്ന മെസ്സേജാണ് ഞാനും കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ ഹന്നയെ കുറിച്ച് ഒന്നുകൂടി പഠിക്കുവാൻ എനിക്ക് കൃപ ചെയ്തു. പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വാസ്തവത്തിൽ ഹന്ന ദൈവത്തിന്റെ ഉദ്ദേശം പ്രോപ്പറായിട്ട് അറിഞ്ഞില്ലായിരുന്നു. നിങ്ങൾക്ക് ഗ്രഹിക്കാനും നിങ്ങൾക്ക് എടുക്കുവാനും പറ്റുമെങ്കിൽ എടുക്കാം. ഹന്ന ദൈവത്തിന്റെ ഉദ്ദേശം അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ ആലയത്തിൽ വരുമായിരുന്നു. ഹന്നയുടെ ഭവനത്തെ നോക്കിയാൽ അതിനകത്ത് തനിക്കൊരു പ്രതിയോഗിയുണ്ട്. ആരാണ് പ്രതിയോഗി? പെനീന. പെനീനയുടെ നിന്ദ ഹേതുവായാണ് താൻ ഒത്തിരി വിഷമം അനുഭവിക്കേണ്ടി വന്നത്. അത് മുഖേന ആലയത്തിൽ വന്നു. പക്ഷെ ഞാൻ അതിൽ നിന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഹന്നയുടെ ആവശ്യം
പെനീനയുടെ മുമ്പിൽ അല്ലെങ്കിൽ നിന്ദിക്കുന്നവരുടെ മുന്നിൽ ഒരു കുഞ്ഞിനെയാണ്. ഇതായിരുന്നു ഹന്നയുടെ ആഗ്രഹം. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം അതല്ലായിരുന്നു. ദൈവത്തിന്റെ ഉദ്ദേശം എന്തെന്നാൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വിശ്വസ്തനായ ഒരു പ്രവാചകനെ വേണമായിരുന്നു. അത് നിന്ദിക്കപ്പെടുന്ന ഒരാളുടെ ഉദരത്തിൽ നിന്ന് വരികയും ചെയ്യണം. സ്തോത്രം. എത്ര പേർക്ക് ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന്റെ ഉദ്ദേശം ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വിശ്വസ്തനായ ഒരു പ്രവാചകൻ വേണമായിരുന്നു. അതുകൊണ്ടും തീരുന്നില്ല, ഇസ്രായേൽ മക്കളെ മേയ്ക്കേണ്ട രാജാക്കന്മാരെ അഭിഷേകം ചെയ്യേണ്ടത് ഈ പ്രവാചകനാണ്. ദൗത്യങ്ങൾ കിടക്കുന്നത് കണ്ടോ? ഈ പ്രവാചകൻ ഇസ്രായേലിൽ വരണം, വിശ്വസ്തതയോടെ പ്രവചനങ്ങൾ പറയണം, രാജാക്കന്മാരെ തന്റെ കൈവെപ്പിലൂടെ അഭിഷേകം ചെയ്തിറക്കണം. അവിടെ കൊണ്ട് ദൈവത്തിന്റെ ഉദ്ദേശം തീർന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, എന്നാ പിന്നെ അന്നെ പ്രാർത്ഥിച്ചപ്പോ അതിനൊത്തരം ഒരു കുഞ്ഞിനെ കൊടുത്താൽ പോരെന്നോ? അവിടം കൊണ്ടും ദൈവത്തിന്റെ ഉദ്ദേശം തീരുന്നില്ല. അതാ ഞാൻ പറഞ്ഞേ, അന്ന പ്രോപ്പറായിട്ട് ദൈവത്തിന്റെ ഉദ്ദേശം അറിഞ്ഞിട്ടില്ല. തനിക്ക് തന്റെ വിഷയം മാത്രമേ അറിയത്തുള്ളൂ ഒരു കുഞ്ഞിന്. പേർക്ക് ഞാൻ പറയുന്നുണ്ട്, ആ ഒരു ഗൗരവത്വം മനസ്സിലാകുന്നുണ്ട്. ദൈവത്തിന്റെ മറ്റൊരു ഉദ്ദേശം എന്തെന്നറിയാമോ? ചുമ്മാ അതൊന്നും വിശ്വസ്ത പ്രവാചകനാകത്തില്ല, ചുമ്മാ അതൊന്നും രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനും പറ്റത്തില്ല. അതിനാ കുഞ്ഞ് ആലയത്തിൽ വളരണം. പേർക്ക് ഞാൻ പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ട്. ആ കുഞ്ഞ് ആലയത്തിൽ വളരണം. അവിടെ കൊണ്ടും തീർന്നില്ല ഉദ്ദേശം. ആലയത്തിൽ കിടക്കണം, ആലയത്തിൽ ഉറങ്ങണം. അവിടെ കൊണ്ട് തീർന്നില്ലെന്നേ, അവിടെ കൊണ്ടെങ്കിൽ തീർന്നെങ്കിൽ എന്ന് വേണം. അങ്ങനെ കിടന്നാൽ മാത്രമേ കുഞ്ഞ് ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ ശബ്ദം ഏത്, മനുഷ്യന്റെ ശബ്ദം ഏത്, പുരോഹിതന്റെ ശബ്ദം ഏത്, ഇത് മൂന്നും തിരിച്ചറിയത്തുള്ളൂ. ഞാൻ പറയുന്നത് ഗൗരവത്വം മനസ്സിലാകുന്നുണ്ട്. അതിനു വേണ്ടി ഹന്ന ആലയത്തിൽ വന്നേ പറ്റും. ഇനി ദൈവം നടത്തിയ വിധമാ എന്നെ അതിൽ നിന്ന് ചിന്തിപ്പിച്ചത്. ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറാൻ ഹന്നയെ പിടിച്ച് ചെയ്തത് നല്ലൊരു നിന്നാപാത്രം കാണിക്കും. പക്ഷെ അവിടെ കൊണ്ടും ദൈവത്തിന്റെ ഉദ്ദേശം കറക്റ്റായിട്ട് ഹന്ന തിരിച്ചറിഞ്ഞില്ല. എപ്പോ തിരിച്ചറിഞ്ഞെന്ന് ചോദിച്ചാൽ, പുതുശോഭന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു പദമുണ്ട്, ദൈവമാണ് ഹന്നയുടെ ഗർഭം. അത് എന്തുകൊണ്ടെന്ന് ഹന്ന അതുവരെ ചോദിച്ചത്. ഇനി ദൈവമാണോ അടച്ചതെന്ന് ഹന്ന ചോദിച്ചത്. കിട്ടിയില്ല. നിന്ന നമ്മൾ ഇതല്ലേ ചെയ്തോണ്ടിരിക്കണം. മക്കള് പറയുന്നത് കേൾക്കുന്നില്ല, ആലയത്തിൽ വരുന്നില്ല. ഹസ്ബൻഡ് പറയുന്നത് കേൾക്കുന്നില്ല, ഞാൻ പറയുന്ന പോലെ ദൈവനാമത്തിൽ. അല്ലാതെ ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കണ്ട, ഭർത്താവ് പറയുന്നത് ഭാര്യ കേട്ടാൽ മതി. പക്ഷെ രണ്ടിന്റെ അകത്ത് ഒരു ഈണം ഉണ്ടായിരിക്കണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അത് വേറെ സബ്ജക്റ്റാണ്. സോ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം, ഹന്നയുടെ ആവശ്യം നിന്ദിക്കപ്പെട്ടവരുടെ മധ്യേ ഒരു മാന്യത. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം ഒരു പ്രവാചകന് തന്റെ ഉദരത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഹന്ന എന്ന പേരവിടെ മഹത്വപ്പെട്ടുകൊണ്ടിരിക്കും. ആണോ? ഹന്നയിലൂടെ ദൈവം എന്ന നാമം ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കും. അതിനുവേണ്ടി ഹന്നയെ ദേവാലയത്തിൽ വന്നേ പറ്റത്തുള്ളൂ. ഒന്ന് ശോഭിലെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ, ദൈവം ഹന്നയുടെ ഗർഭത്തെ അടച്ചു വെച്ചിരുന്നു. ഈ ഉദ്ദേശം ഹന്ന തിരിച്ചറിഞ്ഞതാ. അടുത്ത ചിന്ത എപ്പോഴെന്നറിയാമോ? ആലയത്തിൽ വന്നിരുന്നു, കരഞ്ഞു, പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ഉദ്ദേശം എന്താണോ അത് ഏലിയല്ല ഹന്നയോട് പറഞ്ഞത്, ഹന്നയുടെ അതിരത്തിൽ തന്നെ വന്നു. നേർച്ചയായി, തീരുമാനമായി, എനിക്കൊരു കുഞ്ഞിനെ തരുമെങ്കിൽ ഒന്നുകൂടെ പുരുഷ പ്രജയെ. പ്രവാചകനെന്നാണോ ദൈവത്തിന്റെ ഉദ്ദേശം? ആണോ? ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിശ്വസ്ത പ്രവാചകൻ അഭിഷേകത്തോടെ തന്നെ ഇറക്കണം. പല രാജാക്കന്മാരെയും അഭിഷേകത്തോടെ ഇറക്കണം. ഇപ്പോൾ ഹന്നയുടെ അതിർത്തിൽ നിന്ന് വന്നത് കണ്ടോ? കർത്താവേ, അങ്ങ് എനിക്കൊരു പുരുഷ പ്രജയെ തരുമെങ്കിൽ ആ കുഞ്ഞ് യഹോവയ്ക്കുള്ളതാണോ? പറഞ്ഞോ? ഇതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. പക്ഷെ ഈ ഉദ്ദേശം തിരിച്ചറിഞ്ഞ എന്റെ പൊന്ന് തന്നെ നിന്ദിക്കപ്പെടുന്ന സ്ഥലത്തുനിന്ന് ഇവിടെ വരണം. ദൈവത്തിന്റെ ഉദ്ദേശം തിരിച്ചറിയണം. പേർക്ക് ഞാൻ പറയുന്നുണ്ട്, ഈ ആശയം മനസ്സിലാക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു ചിന്തയിൽ കഴിഞ്ഞ ആഴ്ച ദൈവവചനം പഠിച്ചപ്പോഴാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ നിങ്ങളോട് പറയാൻ പ്രിയരെ, ദൈവത്തിന്റെ ഉദ്ദേശം തിരിച്ചറിയുക എന്നതാണ് ദൈവത്തെ ശരണമാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആദ്യത്തെ ദൗത്യം. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ദൈവത്തിന്റെ ഉദ്ദേശം ആദ്യം തിരിച്ചറിയുക. അപ്പൊ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ നമ്മളായിട്ടൊന്ന് മാറ്റിപ്പോകും. നിങ്ങൾക്കറിയാമോ,
മറിയോട് ദൂതൻ വന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. എന്താ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഈ ദൂത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ കൈകൊട്ടി അഭിഷേകത്തിൽ ജ്വലിക്കും. പക്ഷെ അതിന്റെ പുറകിലൊരു നിന്ന കിടപ്പുണ്ട്. അതിന്റെ പുറത്ത് ഒരു നിന്ന കിടപ്പുണ്ട്. എന്താ നിന്ന? പുരുഷനറിയാം. ആണോ? ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലവാരത്തിൽ ആർക്കും സഹിക്കാനോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ തന്നെ നാണക്കെടുന്ന ഒരു നിന്ന അതിന്റെ പുറത്ത് കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാൻ പ്രിയരെ, കൃപ ജ്വലിക്കണമെങ്കിൽ നിന്ന ഉറപ്പാണ്. കൃപ ജ്വലിക്കണമെങ്കിൽ നിന്ന ഉറപ്പാണ്. പക്ഷെ നിന്നയും വെച്ചോണ്ട് മറിയ അവിടെ ഇരുന്നില്ല. ഇത് അറിഞ്ഞവർക്ക് താൻ അങ്ങ് മലനാട്ടിൽ പോകുവാൻ തുടങ്ങി. ഞാൻ പറയാം പ്രിയരെ, അനുഭവിക്കുന്ന നിന്നകളെ ഓർത്ത് കർത്താവേ അങ്ങനൊന്നും കാണുന്നില്ല എന്ന് ചോദിക്കുന്നതിനുപരി അതിന്റെ അകത്തുള്ള ദൈവിക ഉദ്ദേശം തിരിച്ചറിയ. ഇത് സങ്കീർത്തനക്കാരൻ അറിഞ്ഞു. അതാ സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം വായിച്ചേ. എന്റെ ചോദ്യം, രണ്ടാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ചോദ്യം ചോദിച്ചത് ദൈവത്തോടാണ്. ഇത് തിരിച്ചറിഞ്ഞ സങ്കീർത്തനക്കാരൻ ഇപ്പൊ ചോദ്യം ചോദിക്കുന്നത് തന്റെ ആത്മാവിനോട്. അപ്പോൾ എവിടെയാണ് പ്രശ്നം കിടക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഇതിന് ഇടയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഒന്നാം വാക്യം പറയുന്നത്. വായിച്ചേ. അതിന്റെ അകത്ത് ഇതിന്റെ നടുവിൽ കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. ജീവിതത്തിൽ ന്യായം വേണം, ഭക്തികെട്ട ജനങ്ങളുള്ള വേർപാട് വേണം, വിശുദ്ധീകരണം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ അവസാനത്തെ വാക്യം പറഞ്ഞത് നമുക്കും പറയുവാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മൾ ഇന്നും നാളെയും ദൈവമേ എന്തിനെ തള്ളിക്കളയുന്നു എന്ന് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയരെ, ഈ ചെറിയൊരു ഉപദേശത്തിൽ നിന്ന് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഈ സങ്കീർത്തനത്തിന്റെ അകത്ത് നിന്നും പറയുവാനുള്ളത്, നമ്മൾ അനുഭവിക്കുന്ന നിന്ദകളേക്കാൾ, നമ്മൾ അനുഭവിക്കുന്ന തിന്മകളേക്കാൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിലേക്കാൾ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് വില കൊടുത്താൽ, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് വില കൊടുത്താൽ താളടിയായി പോകാൻ ദൈവപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ തറയിലിട്ട് ചവിട്ടി തേച്ചേക്കാം. ജീവൻ പോണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് തലയിലെ ഓരോ മുടികളുടെ എണ്ണം പോലും അറിയാവുന്ന തമ്പുരാനായിരുന്നു. എത്ര പേർ ഞാൻ പറയുന്നത് ആശയം മനസ്സിലാക്കുന്നുണ്ട്? അതുകൊണ്ട് ഇപ്പോൾ വീട്ടിനകത്ത് തന്നെ പ്രതിയോഗികളുള്ളവർ ഇന്നു മുതൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, അതിന്റെ അകത്ത് ദൈവിക ഉദ്ദേശം, അതിനകത്ത് ദൈവിക ഉദ്ദേശം. ആലയമായിട്ട് നല്ലൊരു ബന്ധമാണ്. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ അല്പം നേരത്തെ ആണെങ്കിൽ വന്നെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ മാറ്റിയിരിക്കുന്നത് കണ്ടു, അവർ പാട്ടിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ആലയമായിട്ടുള്ള ബന്ധം, ഇതാണ് ആലയമായിട്ടുള്ള ബന്ധം. ദൈവദാസിയും കയറുന്നതിന് മുമ്പേ ഞാൻ പറയാൻ വിശ്വാസികളെല്ലാം വന്നിരിക്കണം. അതാണ് നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധം. അതിന്റെ അകത്താണ് ന്യായം വെളിപ്പെടുന്നത്, അതിന്റെ അകത്താണ് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള നീതി കിടക്കുന്നത്. ചുമ്മാതൊന്നുമല്ല ഈ ദൈവവചനം നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. ഇനി ഞാൻ ഒരു ചിന്ത കൂടെ, ഈ നാണയത്തിന്റെ രണ്ട് സൈഡും ഉണ്ടല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ മാത്രം കേട്ടിട്ട് കാര്യമില്ല, അപ്പുറത്തെ ഒരു പക്ഷവും കൂടെ ഉണ്ടല്ലോ. അതുകൂടെ ഒന്ന് വായിക്കാം. വാസ്തവത്തിൽ നമ്മൾ ഇതിനെയൊക്കെ ഇതുവരെ മേബി നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് പരീക്ഷകൾ എന്നുള്ള പേരിലായിരിക്കും, അല്ലെ? ഒരാൾക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു ദൈവദാസനെ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് പറയുന്ന ദൈവദാസന്മാരുമുണ്ട്. ഇതിൻ്റെ അകത്ത് പരീക്ഷയാണ്, ക്രമീകരിക്കണം, പക്ഷെ അതിനകത്ത് വിട്ടുതുറന്ന് പറയുന്നവരും ഉണ്ട്. വാസ്തവത്തിൽ പ്രിയരെ, ഇസ്രായേൽ മക്കളുടെ ദൈവം പരീക്ഷകൾ കൊടുത്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പുതിയ നിയമത്തിന്റെ അടുത്ത് വരുമ്പോൾ യാക്കോബിന്റെ ലേഖനം പഠിച്ചാൽ 1-ാം അധ്യായം അതിന്റെ 13-ാമത്തേതും 14-ാമത്തെ വാക്യം വായിച്ചു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 13-14. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താലും ആണോ? അപ്പോൾ ദൈവമായിട്ട് വെക്കുന്ന പരീക്ഷകളാണോ ദൈവത്തിന് ശരണമാക്കിയിരിക്കുന്നവർക്ക് വരുന്നത്?
ഭാഗം ചിന്തിച്ചു കഴിഞ്ഞാൽ പരീക്ഷകൾ വരും. എപ്പോഴാ പരീക്ഷ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കനാൻ ദേശത്തേക്ക് നയിക്കപ്പെട്ടു, അവർ പുറപ്പെട്ടു കഴിഞ്ഞു. ആണോ? വാഗ്ദത്തത്തിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾ കയറുമ്പോൾ അവസാനത്തെ ഒരു ടെസ്റ്റ് ഉണ്ട്. അതാണ് പരീക്ഷ. അത് ദൈവം വെക്കുന്ന പരീക്ഷ. ഇത് വാഗ്ദത്തവും ദൈവിക ഉദ്ദേശം പോലും തിരിച്ചറിയുന്നില്ല. അതിനകത്ത് വരുന്നതിന് പേര് ഞാൻ പരീക്ഷ എന്ന് പറയില്ല. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളായിട്ട് വലിച്ചു കയറ്റി വെക്കുന്നത്. നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പറയില്ലേ, എന്താ പറയാ, വേലി കിടക്കുന്ന പാമ്പിനെ തോളിലെടുത്ത് വെക്കുന്നത്, പിന്നെ മര്യാദയ്ക്കുന്ന നായെ അതിന്റെ ചെവി പിടിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് കടി മേടിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനെ നാമകരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പരീക്ഷണം എന്ന പേരുകളിൽ. യാക്കോബ് പറയുന്നത് കൊണ്ടും തെളിവായിട്ടും വെളിവായിട്ടും. ഇനി അതിന്റെ 12ാമത്തെ വാക്യം വായിച്ച്, ഇതേത് പരീക്ഷയാണ്? ഇത് ദൈവം വെക്കുന്നത്. അപ്പൊ പരീക്ഷ രണ്ടു വിധമാണ്. നമ്മളായിട്ട് വലിച്ചു കയറ്റുന്നതുകൊണ്ട് ദൈവം തരുന്നുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നൊരു ഗാനം ഉണ്ടല്ലോ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം. ഇവിടെ ഞാൻ വിശ്വസിക്കുന്നു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞവരൊക്കെ ഉണ്ടെന്ന്. ആ വരികളൊന്നും പിരിച്ചു പഠിച്ച് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ, അതായത് നടക്കാൻ പോകുന്ന കാര്യം അനുവദിച്ചാൽ, നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് ഇത് കിട്ടും എന്ന് പറഞ്ഞാൽ നടന്നാലേ കിട്ടത്തുള്ളൂ. അപ്പൊ നടക്കാൻ പോകുന്നത് കാര്യമാണ്. പരിഹാരം എനിക്ക് ദൈവം കരുതിയിട്ടുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി അവിടെ കഴിഞ്ഞു. വെള്ളം കുപ്പിയിൽ ഇരിക്കുന്നുണ്ട്, വെള്ളം ഉണ്ട് അവിടെ. പക്ഷെ നിങ്ങൾക്കത് കുടിക്കാം, എനിക്ക് കുടിച്ചാലേ കിട്ടത്തുള്ളൂ. അതുപോലെ പരീക്ഷ ദൈവത്താലായിട്ടാണ് വരുന്നതെങ്കിൽ ദൈവമകത്തളത്ത് പരിഹാരം വെച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശം തിരിച്ചറിയണം. ഞാൻ പറയുന്നത് ഈ അർത്ഥം മനസ്സിലാക്കി ആ പാട്ട് പാടി ആരാഴ്ചയുള്ളതെന്ന് കാര്യങ്ങൾ ഉയർത്തി. പരീക്ഷ അനുവദിച്ചാൽ ദൈവം പരിഹാരം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് കൈയടിച്ചങ്ങ് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. പരീക്ഷ അനുവദിച്ചാൽ പരിഹാരം നിന്റെ മുമ്പിൽ ആദ്യം വെളിപ്പെടുത്തിയിട്ടേ ദൈവിക പരീക്ഷ ഉള്ളൂ. ഇസ്രായേൽ മക്കൾ എന്തൊക്കെ പരീക്ഷ അനുഭവിച്ചുണ്ടോ മോശയോട് അറിവ് ചെയ്തിട്ടേ കൊടുത്തിട്ടുള്ളൂ. അതിനുവേണ്ടിയത് മോശയെ എവിടെ നിയമിച്ചത്. പക്ഷെ അവർക്ക് നേരിട്ടത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ കാരണം കൊണ്ട് ദൈവത്തെ അവർ പരീക്ഷിച്ചെന്ന് പല ഭാഗങ്ങൾ കാണുന്നുണ്ട്. ദൈവം അവരെ പരീക്ഷിക്കായിരുന്നപ്പോ ദൈവത്തെ അവർ പരീക്ഷിച്ചു, ദൈവത്തോടവർ മറുത്തു മത്സരിച്ചു. അങ്ങനെ നിങ്ങൾ ആകാതിരിക്കുവാൻ വേണ്ടിയ ഈ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് വാസ്തവത്തിൽ എന്തെന്നാദ്യം തിരിച്ചറിയും. എന്താണ് അതിന്റെ അകത്ത് കിടക്കുന്ന ദൈവിക ഉദ്ദേശം എന്ന് തിരിച്ചറിയും. ചിലതൊക്കെ നടക്കുന്നത് നന്മയ്ക്കായെന്നെ. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ഹന്ന നിന്ദിക്കപ്പെട്ടപ്പോൾ കിട്ടിയ അനുഗ്രഹം ഒരു രാജ്യത്തിന്. അത് തലവരെ ചിന്തിച്ചിട്ടുണ്ട്. ഒരു ഹന്ന നിന്ദിക്കപ്പെട്ടപ്പോൾ ലഭിച്ച നന്മ ഒരു രാജ്യത്തിനാണെന്ന്. അങ്ങനെയെങ്കിൽ സഭയിലെ നീ എന്ന വ്യക്തി നിന്ദിക്കപ്പെടുന്നത് ഒരുപക്ഷെ സഭയുടെ വളർച്ചയ്ക്കാകാം, ഒരുപക്ഷെ സഭാവിശ്വാസികൾ എല്ലാവരുടെ കുടുംബങ്ങൾക്കാകാം. ഈ ഒരു തിരിച്ചറിവ് നിന്നിൽ വന്നു കഴിഞ്ഞാൽ ദൈവമേ എന്നെ തള്ളിക്കളഞ്ഞത് എന്തെന്ന് ചോദിക്കത്തില്ല. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ തന്നെ എന്റെ ആത്മാവെ നീ വിശ്വാസിച്ചുള്ളിൽ നടക്കുന്നത് എന്ത്? എന്നെ വിളിച്ച വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവമായി എന്നെ വഴി നടത്തുന്നത്, ആ ദൈവത്തെ ആശ്രയിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പറയും. ഇതറിഞ്ഞ എന്ത് പറയുന്നു? നേർച്ച നേരും. ദൈവിക ഉദ്ദേശം തിരിച്ചറിയുന്നതിന്റെ ആദ്യ പടിയാണ് ആ ഉദ്ദേശം നിങ്ങളുടെ അധരങ്ങളിൽ കൂടി വെളിപ്പെടും. ഹന്നയെ സംബന്ധിച്ച ഒരൊറ്റ പ്രവാചകം അത് പറഞ്ഞു പുരോഹിതൻ പറഞ്ഞു. ആ വ്യക്തിയുടെ അധരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ദൈവിക ഉദ്ദേശം, നിങ്ങൾക്കുള്ള വാഗ്ദത്തങ്ങൾ ദൈവത്തോട് എത്രത്തോളം ബന്ധപ്പെടുമോ അത് നേർച്ചകളായും തീരുമാനങ്ങളായും നിങ്ങളുടെ വായിൽ നിന്ന് വെളിപ്പെടും. അത് പ്രവൃത്തി മണ്ഡലത്തിൽ സഭാമധ്യം നിങ്ങൾ ചെയ്യും. ആ സമയത്ത് നിങ്ങൾ വാഗ്ദത്തത്തിന്റെ അകത്തോട്ട് കയറും. പിന്നെ ബാക്കി ദൈവം നോക്കി പോകും. അപ്പൊ നിങ്ങൾ പറ, കർത്താവേ ഈ പരീക്ഷയ്ക്കകത്തുള്ള പരിഹാരം വെളിപ്പെടുത്തണം. അപ്പോഴും പറയില്ല കേട്ടോ, കർത്താവ് ഇത് പരീക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കർത്താവ് ഇതിനകത്തുള്ള പരിഹാരം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിഹാരവും തിരിച്ചറിയുന്നില്ല, എവിടെ നിന്നാണ് പരീക്ഷയെന്നും അറിയുന്നില്ല. ഇപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ഈ പരീക്ഷ വിജയിക്കുക. പ്രിയരെ, +2 കഴിഞ്ഞിട്ട് MBBS പഠിക്കാൻ പോകണമെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു ടെസ്റ്റ്. നീ 100 വാങ്ങിച്ചോ, 100, 150 വാങ്ങിച്ചോ, നീ നല്ല മിടുക്കനും മിടിക്കുകയൊക്കെ ആയിരിക്കാം. പക്ഷെ അടുത്ത തലത്ത് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ടെസ്റ്റ്. ആ
ടെസ്റ്റ് വിജയിച്ചാലേ കിട്ടാം. നീ സഭയിൽ വരുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതെന്ത് വെച്ച് നീ വാഗ്ദത്തത്തിനകത്ത് കയറിയെന്നും ദൈവികമാകുന്ന പരീക്ഷകൾ കൂടെയാണ് നീ പോകുന്നതെന്ന് ചിന്തിച്ചു കളയരുത്. അതിൻ്റെ അകത്ത് ടെസ്റ്റുകളുണ്ട്. അതെങ്ങനെ വിജയിക്കാമെന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള ബന്ധം. അതെങ്ങനെ വർദ്ധിപ്പിക്കാൻ ചോദിച്ചാൽ വചന പഠനം. അതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനാ ജീവിതം. ഇത് രണ്ടും എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ആലയമായിട്ട് വന്നു. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് 10 മിനിറ്റ് പ്രാർത്ഥിച്ചു നോക്ക്, ആലയത്തിൽ വന്നിരുന്ന് 5 മിനിറ്റ് പ്രാർത്ഥിച്ചു നോക്ക്, വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. അന്നയുടെ ഭാഗം എടുത്ത് പഠിച്ചു നോക്ക്. അത് എന്തൊക്കെയിടയിൽ നിന്ന് പുള്ളിക്കാരത്തേക്ക് മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ലെന്ന തെളിവാണ് ആലയത്തിൽ വന്നിരുന്ന ഹൃദയം പകരുവാൻ കഴിയും. ആലയത്തിന്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ലഭിക്കുന്ന സമയങ്ങളിൽ ദൈവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് ഇങ്ങനെ ചോദിക്കരുത്. ഇങ്ങനെ ചോദിക്കുന്ന ഒരു വാക്ക് പോലും നിങ്ങളുടെ ആദരത്തിൽ ഒന്നും വരരുത്. പരീക്ഷണങ്ങളായിട്ട് നിങ്ങളായിട്ട് മാറ്റരുത്. ഇതിന്റെ അകത്ത് ദൈവിക ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സുകളെ ആദ്യം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ, നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുവാൻ, അതിന്റെ അകത്ത് ദൈവിക ന്യായവും നീതിയും വെളിപ്പെടുത്തുന്ന വിധത്തിൽ നിങ്ങളുടെ ആത്മീക ജീവിതം കൊണ്ടുപോകുവാൻ ഈ സങ്കീർത്തനം നിങ്ങൾക്ക് ഇവർക്ക് കൃപ ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ഈ സംഗീത ഭാഗത്തിൽ നിന്ന് വിരമിക്കുന്നു. തുടർന്ന് നമുക്ക് ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ച് ഞാൻ പോകുവാനായിട്ട് തയ്യാറെടുക്കുന്നു. നമുക്ക് എല്ലാവർക്കും കടക്കുന്ന ദിവസം നടക്കാം. മഹാപരിശുദ്ധനായ നല്ല കർത്താവേ, ഈ നല്ല പകൽവേളയ്ക്ക് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് ഈ ആലയത്തിൽ വന്നിരുന്ന് എന്റെ മുന്നിലായിരിക്കുന്ന ഈ ജനത്തോട് ഒരുമിച്ച് ഞങ്ങൾക്ക് ദൈവനാമത്തിൽ വിശേഷ ശബത്തിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക എന്ന കൽപ്പന പ്രകാരവും ഈ ദിവസം ദൈവത്തിനുള്ളത് എന്ന ദൈവത്തിന്റെ വചന പ്രകാരവും ഞങ്ങൾ ദൈവസന്നിധിയിലായിരുന്നത് ഞങ്ങളുടെ ഏവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയിലെ ശുശ്രൂഷകനായ സ്തോത്രം, കുടുംബത്തിനായ സ്തോത്രം, ദൈവ വിശ്വാസികൾക്കായി സ്തോത്രം കർത്താവെ. ഞങ്ങൾ കുടുംബമായി കടന്നു വന്നതും ഇവിടെ ഇരുന്നവരോട് ആരാധിച്ചത്, ഈ വചനചിന്തകൾ അവരോട് പങ്കുവെച്ചതും അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് പിന്നത്തേതിലൊക്കെ അറിയുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ സഭയെ കർത്താവിനെ കരം കേൾപ്പിക്കുന്നു. ഞങ്ങളുടെ മടക്കി യാത്രയുടെ ദൈവസ്നേഹം വെളിപ്പെട്ട് മാനവും മഹത്വം പുകഴ്ചയും കർത്താവിന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ സഭയിലേക്ക് ക്ഷണിച്ച ദൈവദാസനും ദൈവ കുടുംബത്തിനും അതുപോലെ തന്നെ വിശ്വാസികളോടുള്ള സ്നേഹ ഈ സമയം അറിയിക്കുന്നു. നമുക്ക് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.